ഞാനിപ്പോൾ ഊട്ടിയിലാണ് ഉള്ളത്. വൺ ഡേ ട്രിപ്പ് ഊട്ടിയിലേക്ക് പ്ലാൻ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ മുഴുവനായി കാണണേ. വയനാട് നിന്നും ഊട്ടിയിലേക്ക് ഒരു വൺ ഡേ ട്രിപ്പ്. ഊട്ടി വരെ ഒന്ന് പോയിട്ട് വരാം. 5:30 തന്നെ ഞങ്ങൾ മാനന്തവാടിയിലെ ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. 6:15 ബസ്സാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ സുൽത്താൻ ബത്തേരി എത്തി. ഈ ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. നേരിട്ട് ഊട്ടിയിൽ പോകുന്ന ബസ്. കറക്റ്റ് 8 മണിക്കാണ് സുൽത്താൻ ബത്തേരിയിൽ നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ബസ്സിൽ കയറിയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഊട്ടി പോകുന്നത്. കുറേ വർഷത്തെ ആഗ്രഹമാണ്. കിലുക്കം സിനിമ കണ്ടപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് ഊട്ടി കാണണം എന്നുള്ളത്. ആ ആഗ്രഹം ഇന്ന് സഫലമാകാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾക്കും ഊട്ടിയിലെ കാഴ്ചകൾ കാണാം. വയനാട് നിന്നും ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്കാണ് നമ്മൾ പോകുന്നത്. KSRTC വഴിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല അതിമനോഹരമായ കോടമഞ്ഞും നല്ല പച്ചപ്പുള്ള വഴി കൂടിയാണ് നമ്മൾ ഈ യാത്ര തുടരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. എനിക്ക് പിന്നെയും വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, ഇത് നോക്കിക്കേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മലയുടെ മുകളിൽ കോട നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾ ഈ വഴിയിൽ വരികയാണെങ്കിൽ നല്ല അടിപൊളി കാഴ്ചകൾ തന്നെ കാണാം. അങ്ങനെ നമ്മൾ ഊട്ടി എത്തി. ഇത് ഊട്ടിയുടെ ഷൂട്ടിംഗ് പ്ലേസ് ആണ് കേട്ടോ. ഇവിടെ നിറയെ കുതിരകളും നമ്മൾ നല്ല മൊട്ടക്കുന്നുകളൊക്കെ ഉള്ള സ്ഥലമാണ് ഈ ഒരു കാണുന്നത്. ഊട്ടിയിലെ മെഡിക്കൽ കോളേജ് ആണ് കേട്ടോ. ഞാൻ ഊട്ടിയിലെത്തിയിട്ട് ആദ്യം പോയത് ബോട്ട് ഹൗസിലേക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഊട്ടിയിലെത്തിയത് ഒരു 12 മണി സമയത്താണ് ഞങ്ങൾ ഊട്ടിയിലെത്തിയത് തന്നെ. 8 മണിക്ക് മാനന്തവാടിയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിൽ നിന്നും ബസ് പുറപ്പെട്ടിട്ട് ഒരു 11:30 ആകുമ്പോഴേക്കും ഊട്ടിയിലെത്തി. പക്ഷേ ബസ്സൊക്കെ നിർത്തി ഞങ്ങൾ ഈ ബോട്ട് ഹൗസിൽ എത്തിയപ്പോഴേക്കും ഒരു 12 മണിയൊക്കെ ആയി. പിന്നെ ഞങ്ങളിവിടെ ഒരു മണിക്കൂർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗാർഡനിലേക്കാണ് കേട്ടോ പോയത്. ബോട്ട് ഹൗസിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് ഞങ്ങൾക്ക് അത്ര ചിക്കൻ ബിരിയാണിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഫ്രൈഡ് റൈസും ഒരു ചിക്കൻ ബിരിയാണിയും. പക്ഷേ ഞങ്ങൾക്ക് അത്ര തൃപ്തിയായില്ല. അത്ര ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഗാർഡനിലേക്ക് പോയി. ഗാർഡൻ സൂപ്പറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നിറയെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് സൺഡേ അത് കാരണം കൊണ്ട് നല്ല ഭയങ്കര തിരക്കായിരുന്നു. കിലുക്കത്തെ ഊട്ടി അല്ലല്ലോ ഈ ഊട്ടി എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലാതില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച ഊട്ടി എന്ന് പറയുന്നത് നല്ല കോടമഞ്ഞും നല്ല മഞ്ഞൊക്കെ ആയിട്ടുള്ളൊരു ഊട്ടിയായിരുന്നു. ഈ ഒരു ടൈമിൽ ഫ്ലവർ ഷോ ഒന്നും നടക്കുന്നില്ല. എന്നിട്ട് പോലും അതിമനോഹരമായിട്ടുള്ള പൂക്കൾ കൊണ്ടെല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ച് പാലക്കാട്ടേക്കാണ് പോകുന്നത്, വയനാട്ടിലേക്കല്ല. അപ്പോൾ അവിടെ നിന്ന് 9:30 ബസ് കയറിയിട്ട് നേരെ കോയമ്പത്തൂർ പോയി. അവിടെ നിന്ന് തമിഴ്നാടിൻ്റെ KSRTC ബസ്സിൽ ഞങ്ങൾ നേരെ തൃശ്ശൂർക്കുള്ള കയറി. എന്നിട്ട് ആലത്തൂർ ഇറങ്ങി. കറക്റ്റ് ഒരു 2 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ആലത്തൂർ എത്തി കേട്ടോ. ഞങ്ങളുടെ ഊട്ടി വൺ ഡേ ട്രിപ്പ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.